പുര കൂടിയിരിക്കുന്ന സമയത്ത് പുരന്റെ ഉള്ളിൽ ചെരുപ്പിട്ട് കയറരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾ അസൂയ വെക്കുകയാണ്. ഒരു മനുഷ്യന്റെ വീട് കേടാക്കി കൊടുക്കുക. എന്താ നമുക്ക് ചെരുപ്പഴിച്ച് കയറിയാൽ വല്ല കുഴപ്പമുണ്ടോ? പള്ളിയിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ കയറി ആയിരക്കണക്കിന് ചെരുപ്പ് പുറത്തുണ്ടാവുന്നില്ലേ? വല്ല കുഴപ്പമുണ്ടോ? ഒരു വീട്ടിലൊരു മനുഷ്യൻ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി നിങ്ങൾ വരി എന്റെ വീട് കണ്ടോളി എന്ന് പറഞ്ഞ് ചോറും തന്നിട്ട് സൽക്കരിക്കുക. എന്നിട്ട് ചളിയിലെ ഷൂട്ട് കുട്ടികൾ കയറുന്ന പെണ്ണുങ്ങൾ പിന്നെ പറയണ്ട. ഒരു ചെരുപ്പ് എന്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് പോലെ അങ്ങോട്ടാ മേലെ കയറുന്നു, താഴെ ഇറങ്ങുന്നു, ബെഡിൽ കയറി ഇറങ്ങുന്നു, കുട്ടികൾ ഷൂട്ട് ചാടിറങ്ങും. ഒരു ഉമ്മയുടെ വായുന്ന മോനെ ചവിട്ടല്ല മോനെ, ആ ബെഡ്ഷീറ്റ് കേടാവും, മണ്ണാണ്. സ്വന്തം മക്കളോട് പറയാൻ തോന്നില്ല. എന്തേ ആരാന്റെ വീടാണ് ആയിക്കോട്ടെ. എന്താണ് പഠിച്ചവനെ, വല്ലാത്ത മനുഷ്യന്മാർ. അസൂയ എന്നല്ലേ ഇതിന് പറയാ. ആ പൊരക്കാരൻ നിങ്ങളോട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പൊരക്കാരൻ നിങ്ങളോട് ചെരുപ്പിട്ട് കയറല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബഹിഷ്കരിക്കും അല്ലേ? ആ പൊരക്കാരന്റെ പരിപാടികളുടെ കൊളാവും. മിണ്ടാൻ പറ്റൂല, നെഞ്ചു പൊളിയുണ്ടാവും. ഞാൻ കയറി ചെല്ലുന്നത് പറയാറുണ്ട്, പൊന്നാര മക്കളെ ചെരുപ്പഴിച്ചിട്ട് കയറ്. എന്നോട് പറയാ ചെരുപ്പിട്ടോ. ഞാൻ ചെരുപ്പിടൂല. നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഈ മണ്ണുമായിട്ട് ഒരു മനുഷ്യൻ വൃത്തിയാക്കി വെച്ച വീട് നമ്മൾ വൃത്തികേടാക്കി കൊടുക്കേ. എത്ര പ്രയാസം ഉണ്ടാകും ആ കാർപ്പറ്റൊക്കെ വൃത്തിയാക്കി എടുക്കാൻ. ആ റൂമിലാർക്കെങ്കിലും മുസല്ല വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫർമാരുണ്ട്, ഷൂട്ടിട്ട് ഇങ്ങനെ കൂളായിട്ട് ചവിട്ടി ആ കാലിൽ മൊത്തം ചളിയേരി. എനിക്ക് ദേഷ്യം വരാറുണ്ട്, സത്യം പറയട്ടെ. ആരുടെയൊക്കെയോ പറയാണ്, എന്നാൽ എന്റെ മനസ്സ് വേദനിക്കും. പഠിച്ചവനെ, ഒരു മനുഷ്യൻ പൈസ ചെലവാക്കി വൃത്തിയാക്കിയിട്ട് നമ്മളെ കുട്ടികളൊക്കെ കൂളായിട്ട് ചെരുപ്പിട്ട് കയറാം. ദയവ് ചെയ്ത് ആരും ചെയ്യരുത് അത്. ദയവ് ചെയ്ത്. ഇതൊരു അസൂയയാണ്. ചെരുപ്പം കൊണ്ടൊരു നൃത്തം ചുമരുമേ. ആ ഷൂവിന്റെ പ്രിന്റ് ഇങ്ങനെ ചുമരുമ കാണും. മഴക്കാലത്താണെങ്കിൽ പറയും വേണ്ട. വൃത്തികേടാക്കി അസൂയ കാണിക്കുക ചെയ്യരുത്. മുമ്പിനിങ്ങളെ ഒരു വീട് നമുക്ക് വൃത്തിയാക്കാൻ കഴിയില്ല, വൃത്തികേടാക്കാതിരുന്നൂടെ? ടെൻഷനാൻ പാടില്ല നമുക്ക്. എന്തിനാ ടെൻഷൻ? അള്ളാഹു നമുക്ക് കണക്കാക്കിയത് എന്തായാലും കിട്ടും. ഉദാഹരണത്തിന് സ്വതക്കന്റെ വിഷയം പറയുമ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ പറഞ്ഞെന്ന് പറയാം? സ്വതക്ക ചെയ്താൽ അള്ളാഹു പകരം തരും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ നീ എന്തിനെ പിശുക്ക് കാണിക്കണം? വല്ലാത്ത അർത്ഥമുള്ളൊരു ചോദ്യമാണ്. സ്വതക്ക ചെയ്താൽ പകരം അള്ളാഹു തരുമല്ലോ, പിന്നെ ഇതിനെ നീ പിശുക്ക് കാണിക്കണം? വേറെ ആര് പകരം തരും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അള്ളാഹു തരും എന്ന് പറഞ്ഞാൽ പിന്നെന്തിന് നീ പിശുക്ക് കാണിക്കണം? നമുക്ക് തവക്കുൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇബാദത്ത് വർദ്ധിക്കും. ഒരു മുഅ്മിനിനെ ഏറ്റവും നന്നായിട്ടുണ്ടാവേണ്ടത് തവക്കുൽ. നുണ പറയുന്നവൻ, ഇവിടെ എനിക്കൊരു ആവശ്യമുണ്ട്, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, മുഖ്യമന്ത്രിന്റെ ഫ്രണ്ടല്ലേ, ഇവിടെ ഒരു കഥ ഉണ്ടാവില്ല, വെറുതെ പറയണം. നിങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കും പഠിച്ചനോ ശരിയാക്കി തരും, പറഞ്ഞു പറ്റിക്കും. എന്ത് കാര്യം റെഡി എന്നാ പറയാ. കഴിയുന്നത് റെഡി എന്ന് പറഞ്ഞാൽ പോരാ. അവനെ കൊണ്ട് പറ്റാത്ത, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കാം. പക്ഷേ ഈ നുണ പറയുന്നവർ എന്ത് ചെയ്യും? നമ്മളങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തും. നമ്മളിങ്ങനെ പ്രതീക്ഷ വെച്ച് അവസാനം ഒരു കുഴിയിലേക്കായിരിക്കും ചാടുക. വഞ്ചിക്കപ്പെടുന്നതാണ് നുണ പറയുന്നവർ. എങ്ങനെയാണ് വിശ്വസിക്കും? ഒരിക്കൽ നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വില നഷ്ടപ്പെട്ടു എന്നാണ്. പിന്നെ ആരാ മനുഷ്യനെ ശ്രദ്ധിക്കുക? നുണ പറഞ്ഞാൽ കെതിപ്പ് പാടില്ല. ദൂരെ കിടക്കുന്നത് അരികത്ത് ഉള്ള പോലെ അവൻ പറഞ്ഞു തരും. അരികത്തുള്ളത് ദൂരെയാക്കാനും അവനെ കൊണ്ട് കഴിയും. ഫ്രണ്ട്സുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നുണ പറയുന്നവർക്ക്. നുണ പറഞ്ഞോ ഉടനെ ഫിൽറ്റർ ചെയ്തേക്കണം. വേറെ ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റിയേക്കാം. പക്ഷെ നുണ പറയുന്നത്, നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യഭിചാരം ചെയ്തേക്കുമോ? ഒരു പക്ഷേ ചില ടെംപ്റ്റേഷന് വഴങ്ങി വ്യഭിചാരം ചെയ്തേക്കാം. നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യൻ മോഷ്ടിക്കുമോ? ഒരു പക്ഷേ ഗതികേടുകൊണ്ട് അവൻ ചെയ്തിരിക്കാം. നബിയെ, മുഅ്മിനായ മനുഷ്യൻ നുണ പറയുമോ? കല്ലാ. സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാനവറുകൾ ദ്വാരക്കും. ഇത്രയും പകൽ, ഇത്രയും നേരം അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തന്നില്ലേ? നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അത് വലിയൊരു നിഅമത്താണ്. നോമ്പ് തുറക്കുന്ന മനുഷ്യൻ, പടച്ചവനെ, ഞാൻ ഇത്രയും നേരം നിന്നെ വിചാരിച്ചുകൊണ്ട്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, ഒന്നും എടുക്കാനോ ഉപയോഗിക്കാനോ എന്റെ കയ്യിനും ശരീരത്തിനും അവധില്ലാഞ്ഞിട്ട്, പിന്നെ എന്റെ ഒരു കൽപ്പന മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തടസ്സം ചെയ്തത്. അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ്, ചെറിയൊരു അനുഗ്രഹമല്ലല്ലോ നീ തന്നത്. ഒരു കാരക്ക നീരാക്കിയിട്ട്
ഒരു കാരക്ക നീര് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്നത്, മഹാനവറുകൾ എന്നും ദ്വാരക്കുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലീ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈ, എല്ലാ സൃഷ്ടികൾക്കും വസ്തുക്കൾക്കും വിശാലമായ നിന്റെ അനുഗ്രഹം മുൻനിർത്തി, നിന്റെ കാരുണ്യം മുൻനിർത്തി ചോദിക്കുന്നു, അൻ തഗ്ഫിറ ലീ, എനിക്ക് മാപ്പ് തരണം, നീ എനിക്ക് പുറത്തു തരണം. ഏറ്റവും ജീവിതത്തിലുള്ള ദുആ തന്നെ പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുആ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ജയിച്ചിരിച്ചു, എല്ലാ രംഗത്തും ജയിച്ചു. അപ്പൊ അതുകൊണ്ടാണ് മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ ഉസ്താദെ മറ്റുള്ള കയ്യിൽ പെട്ട് എല്ലാം പെട്ടു. മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഖിറത്ത് നന്നായി, നല്ല മരണം കിട്ടി, ഈമാനോടെ പിരിയാൻ കഴിയും, ഈമാനോട് ഒരുമിച്ച് കൂടാൻ കഴിയും, സ്വർഗത്ത് പോകാൻ ഒക്കെ അതിൽ വന്നു. ഇനി ഒന്നും അതിൽ വരാത്തില്ല. അള്ളാഹു പുറത്തു തന്നു ഒരാളെ പറ്റി പറഞ്ഞ അതിനർത്ഥം അത് ജയിച്ചു, അത് വിജയിച്ചു എന്നാണ്. മഗ്ഫിറത്ത് എന്ന ഉന്നതമായ പദവിയിലേക്കാണ് ഉയർത്തപ്പെട്ടു എന്നതിന്റെ അർത്ഥം. അതോടുകൂടെ ദുനിയാവും ആഖിറത്ത് സലാമത്തായി. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ.